വെൽക്കം ടു രീരീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ടൊമാറ്റോ റോസ്റ്റ് ആണ്. ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റോസ്റ്റ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നീളത്തിലരിഞ്ഞ് നല്ല പഴുത്ത ടൊമാറ്റോ, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി, അത് അരിയാതെ മുഴുവനോടെയാണ് ഇടുന്നത്, കുറച്ച് പെരിഞ്ജീരകപ്പൊടി, ഞാൻ ഇവിടെ ഒരു ചെറിയ സൈസ് സവാള എടുത്തിട്ടുണ്ട് നീളത്തിലരിഞ്ഞത്, കടുക്, ഉലുവ, ഉപ്പ്, വെളിച്ചെണ്ണ, പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെയാണ് ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൻ ചൂടായി ഇനി ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും ഉലുവയും പൊട്ടിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അല്പം കടുക് ചേർക്കുന്നു. ഇതിലേക്ക് ഒരല്പം, ഇത്ര എടുത്തിട്ടുള്ള ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുന്നു. സവാള നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സവാള ഒന്ന് വഴഞ്ഞു കിട്ടാനായിട്ട് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്നു വന്നോളൂ. ഇനി നമുക്ക് ഇതിലേക്ക് സവാള നല്ലോണം വഴന്നു വരട്ടെ. നമുക്ക് ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, പിന്നെ അല്പം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി എല്ലാം നല്ലോണം ഒന്ന് കുഴഞ്ഞു കിട്ടുന്നവരെ നമുക്കിന്ന് ഇളക്കി ഒന്ന് നല്ലോണം കുഴച്ചെടുക്കാം. നമ്മുടെ തക്കാളി എല്ലാം ഇവിടെ നല്ലോണം വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലോണം ഉടച്ച് വന്നിട്ടുണ്ട്. നല്ലോണം പഴുത്ത തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ജ്യൂസൊക്കെ നല്ലോണം ഇറങ്ങി വരും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലോണം പഴുത്ത തക്കാളി എടുക്കുന്നതായിരിക്കും നമ്മൾ ടൊമാറ്റോ റോസ്റ്റിന് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അല്പം മഞ്ഞൾ പൊടി, ഒരല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. നല്ലോണം ഇതൊക്കെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ തക്കാളി റോസ്റ്റിലേക്ക് നല്ലോണം മസാലകളൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നേരത്തെ നമ്മൾ ഉപ്പിട്ടിരുന്നു, കുറച്ചുകൂടെ അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരല്പം പൊടിച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകത്തിൻ്റെ പൊടി നമുക്ക് മുകളിൽ ഒരു നുള്ളിൽ ഇങ്ങനെ മുകളിലൊന്ന് തൂവി കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് നമ്മുടെ തക്കാളി റോസ്റ്റ്, ടൊമാറ്റോ റോസ്റ്റ് ഇവിടെ റെഡിയായി വരുന്നു.
അപ്പോൾ ഇത് ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പവും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. വേറെ ഒരു കറിയും വേണ്ട, ഈ ഒരൊറ്റ കറി മാത്രം മതിയാണ്. നമ്മൾ സൂപ്പർ ടേസ്റ്റി തക്കാളി റോസ്റ്റ്. അങ്ങനെ നമ്മൾ സൂപ്പർ ടേസ്റ്റി തക്കാളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിക്കൊപ്പം ഒക്കെ നല്ല ടേസ്റ്റിൽ നല്ലപോലെ പോകുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഞാൻ വേറൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.